അപ്പോൾ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിലേക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റ് മിനിമം 10ാം ക്ലാസ്സുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. ഓഫ്ലൈൻ അപേക്ഷയാണ്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. മിനിമം 10ാം ക്ലാസ് ആണ് യോഗ്യത എന്ന് പറഞ്ഞു. അപ്പോൾ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഓഫ്ലൈൻ ഫോം നിങ്ങൾക്ക് പൂരിപ്പിച്ച് ആവശ്യമായിട്ടുള്ള രേഖകളൊക്കെ ഇതിൻ്റെ കൂടെ വെച്ച് കൊടുത്തുകൊണ്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. എനിവേ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ കീഴിലേക്കെല്ലാം ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു അവസരം ഇപ്പോൾ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഡിഫൻസിൻ്റെ കീഴിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ്. വെല്ലിംഗ്ടൺ നീലഗിരിയിലേക്കാണ് പുതിയ അപേക്ഷ തമിഴ്നാടേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അപേക്ഷ തുടങ്ങിയത് 9 മാർച്ച് 2024 ഏകദേശം 30 മാർച്ച് 2024 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ്. MTS ആണ് തസ്തിക. 18,000 മുതൽ 56,900 വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണിത്. മൊത്തത്തിൽ 6 ഒഴിവുകളാണുള്ളത്. വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ 18 to 25 വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യതയുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞു, 18 to 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. OBC SC ST ഉദ്യോഗാർത്ഥികൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രായത്തിലിളവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ് എംപ്ലോയീസിന് 40 വയസ്സ് വരെയൊക്കെ അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. OBC ഉദ്യോഗാർത്ഥികൾക്കെല്ലാം നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഏജിൻ്റെ ബാക്കിയുള്ള റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് സബ്മിറ്റ് ചെയ്യണം അപേക്ഷയുടെ കൂടെ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പോസ്റ്റൽ മുഖാന്തരമാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ മെൻഷൻ ക്ലിയർലി ദി ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഓഫീസ് ആൻഡ് ട്രെയിനിങ്. ഇത് തീർച്ചയായിട്ടും മെൻഷൻ ചെയ്തിട്ട് വേണം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാനെന്ന് പറയുന്നുണ്ട്. അപേക്ഷ സമർപ്പിക്കേണ്ട അഡ്രസ്സാണിത്. ദി കമാൻഡൻറ്റ് ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജ് വില്ലിംഗ്ടൺ നീൽഗിരീസ് 643, അതുപോലെ തന്നെ 231 തമിഴ്നാട്. പിന്നാണിത്. അപ്പോൾ ഈ ഒരു പിന്നിലേക്കാണ് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ളവർ തീർച്ചയായിട്ടും ഇതിന് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് റീഡ് ചെയ്യുക. എന്നിട്ട് നേരെ താഴേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ജസ്റ്റ് ഇത് കൊടുത്തിട്ടുണ്ട്. അതായത് അപേക്ഷിക്കേണ്ട ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. ഫോർ ദി പോസ്റ്റ് ഓഫ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പോസ്റ്റ് അപ്ലൈഡ് ഫോർ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഓഫീസ് ആൻഡ് ട്രെയിനിങ് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിലായിട്ട് ഇവിടെ പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആപ്ലിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാണ് ആപ്ലിക്കൻ ടു മെൻഷൻ ക്ലിയർലി ദി അബോവ് എൻവലപ്പ്. അതിൻ്റെ പുറത്ത് തീർച്ചയായിട്ടും നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം ഏത് പോസ്റ്റാണ്. ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഓഫീസ് ആൻഡ് ട്രെയിനിങ് എന്നുള്ള ഈ ഒരു കാര്യം അപേക്ഷ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ ഫ്രം അഡ്രസ്സ് ടു അഡ്രസ്സ് വെക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഈ ഒരു കാര്യം എഴുതി മെൻഷൻ ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് അതിൻ്റെ കൂടെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് വെച്ച് കൊടുത്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റ്സ്, അതായത് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിലേക്ക് കയറി ഡൗൺലോഡ് ചെയ്ത് ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കി ഓഫ്ലൈൻ ആയിട്ടുള്ള അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം. തമിഴ്നാടാണ് ഇതിൻ്റെ പോസ്റ്റിങ്ങും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. തമിഴ്നാടേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. MTS ആണ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ്. മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഗ്രൂപ്പ് C സിവിലിയൻ പോസ്റ്റ് ആണെന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക.